ജ്ഞാനത്തിൻ്റെ വഴി. ഈ ജ്ഞാനത്തിൻ്റെയും കർമ്മത്തിൻ്റെയും സ്വർഗപ്രാപ്തിയുടെയും ഒക്കെ വഴികൾ വിസ്തരിച്ച വേദത്തിൻ്റെ പ്രമേയമെന്ത്, എന്താണ് സബ്ജക്റ്റ് മാറ്റർ, അതിനെക്കുറിച്ചുള്ള ഒരു പ്രതിപാദനം ഇങ്ങനെയാണ്. എന്താ സബ്ജക്റ്റ് മാറ്റർ? സനാതനധർമ്മം. സനാതനധർമ്മ ചിന്തയിൽ കർമ്മവുമുണ്ട്, സ്വർഗപ്രാപ്തിയുമുണ്ട്. പക്ഷെ അത് മുഖ്യ ലക്ഷ്യമല്ല. ഇപ്പൊ വേദത്തിൻ്റെ പ്രമേയം, മുഖ്യ പ്രമേയം സനാതനധർമ്മമാകുന്നു. അതിലേക്ക് നയിക്കുന്നതിന് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആദ്യമായി ഈ രണ്ട് വസ്തുതകളും, സ്വർഗപ്രാപ്തിയുടെ വസ്തുതകളും മോക്ഷപ്രാപ്തിയുടെ വസ്തുതകളും വിസ്തരിച്ച് പ്രതിപാദിച്ചത് വേദങ്ങളിൽ 4 വേദങ്ങളിലായിട്ടാണ്. അറിയാമല്ലോ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഈ ചതുർവേദങ്ങളെ വാസ്തവത്തിൽ സംഗ്രഹിച്ചത് വേദവ്യാസരാകുന്നു. വേദവ്യാസർ എങ്ങനെയാണ് വേദങ്ങളെ സംഗ്രഹിച്ചത്? പല ആശ്രമങ്ങളിൽ ഏകാഗ്രചിത്തരായി സത്യാന്വേഷണം നടത്തിയിട്ടുള്ള ഋഷീശ്വരന്മാർ സാക്ഷാത്കരിച്ചത് പരമ്പരയാ പ്രതിപാദിച്ചു വരുന്നുണ്ടായിരുന്നു. വേദവ്യാസർ അത് മുഴുവൻ ശേഖരിച്ചു, സംഗ്രഹിച്ചു. എന്നിട്ട് പ്രത്യേക പ്രകാരത്തിൽ അടുക്കി. കർമാനുഷ്ഠാനത്താൽ പ്രാപ്തമാവുന്ന ലോകങ്ങളുടെ വിധിയും അനുഷ്ഠാന വിധിയും ഒക്കെ ആദ്യ ഭാഗത്ത് സംഗ്രഹിച്ചു. പിന്നെയോ നിരങ്കുശമായ സത്യാന്വേഷണത്തിൻ്റെ വഴിയും ലക്ഷ്യവും നിർവൃതിയും രണ്ടാമത്തെ ഭാഗത്ത് സംഗ്രഹിച്ചു. ഇങ്ങനെ സനാതനധർമ്മം എന്നത് മുഖ്യ പ്രമേയമായ വേദങ്ങൾക്ക് 2 കാണ്ഡങ്ങൾ. ഏതൊക്കെ കാണ്ഡങ്ങളാണ്? കർമ്മകാണ്ഡം, ജ്ഞാനകാണ്ഡം. വീണ്ടും ഒരു തരംതിരിവുള്ളത് സംഹിത, മന്ത്രഭാഗം, അതുപോലെ തന്നെ സ്തുതികൾ. ഇത് ചേർന്നത് സംഹിത. യജ്ഞാനുഷ്ഠാന വിധി വിസ്തരിച്ച് ബ്രാഹ്മണങ്ങളുണ്ട്, അവിടെയും മന്ത്രങ്ങളും കുറച്ചൊക്കെ കാണാം. തുടർന്ന് ആരണ്യകം എന്ന ഒരു ഭാഗം ഉപാസന പ്രധാനമാകുന്നു. പിന്നെയാണ് പ്രസിദ്ധമായ ഉപനിഷത്ത് വരുന്നത്. ഇപ്പോൾ ഒരു വേദത്തിൽ എന്തൊക്കെ ഭാഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ തോന്നണത്? എന്താ തോന്നേണ്ടത്? എന്താ തോന്നണത്? ഓ, ഇതൊക്കെ അറിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾക്ക് എന്താ കാര്യം? അങ്ങനെ ദയവേത് തോന്നരുത്. എന്നാ സ്വാമി പറ, എന്താ തോന്നേണ്ടത്? എന്താ നമ്മുടെ ആചാര്യന്മാരുടെ ഒരു സംഭാവനയുടെ മഹത്വം എന്ന് തോന്നണം. കേട്ടില്ലേ? എന്താ കാരണം? ഇന്ന് ശാസ്ത്രം, സയൻസ് പടിപടിയായി വികസിച്ചു വന്നില്ലേ? ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ സംഗ്രഹിച്ചാൽ എങ്ങനെ ഇരിക്കും? ഇപ്പോഴും പല വീടുകളിലും അവർ വാങ്ങി വെച്ചിട്ടുണ്ട് എൻസൈക്ലോപീഡിയ. എല്ലാ വിഷയത്തിലും എത്ര ഗ്രന്ഥങ്ങളാ! ശരിയല്ലേ? കണ്ടു കഴിഞ്ഞാൽ വിസ്മയിച്ചു പോവില്ലേ? ഇതുപോലെ ശാസ്ത്രഗ്രന്ഥങ്ങളാണ് വേദങ്ങൾ. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള പല കാര്യങ്ങളും ഇന്നും അതിൻ്റെ ആഴത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ആയുർവേദമായാലും ധനുർവേദമായാലും
ഗാന്ധർവ വേദമായാലും സ്ഥാപത്യ വേദമായാലും ഒന്നും വിസ്തരിച്ച് ചർച്ച ചെയ്യപ്പെട്ടിട്ടേ ഇല്ല. പഠനം നടക്കുന്നുണ്ട്. ഇതൊക്കെ ആഴത്തിൽ അറിയാൻ കഴിഞ്ഞാൽ അതൊരു വലിയ സമ്പത്ത് തന്നെയായിരിക്കും. കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കാനെങ്കിലും നമ്മൾ തയ്യാറാവേണ്ടേന്ന് ചോദിക്കുക. അതുകൊണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് എന്താ കാര്യം എന്ന് അവഗണിക്കണ്ട. ആവും പോലെ അറിയാൻ ഉത്സാഹിച്ചോളാമെന്നും വരും തലമുറയെ ഈ വിഷയത്തിൽ ഉത്സാഹിപ്പിച്ചോളാമെന്നും പ്രേരിപ്പിച്ചോളാമെന്നും പ്രതിജ്ഞ എടുക്കുന്നത് നന്ന്. ഇല്ലെങ്കിൽ വിവേകാനന്ദ സ്വാമികളൊക്കെ അപ്പ് ഇന്ത്യ, കോൺകർ ദി വേൾഡ് എന്നൊക്കെ പറഞ്ഞത് വിഫലമായി പോകും. ഓക്കെ, സോ ലെറ്റ് us do. വേദവ്യാസര് മാനവരാശിയുടെ അനുഗ്രഹത്തിനായിക്കൊണ്ട് കാലാകാലങ്ങളിലേക്ക് വേണ്ടി വേദങ്ങളെ സംഗ്രഹിക്കുക മാത്രമല്ല ചെയ്തത്, സംരക്ഷണത്തിന് യോഗ്യരെ ചുമതലപ്പെടുത്തി. ഋഗ്വേദം സംരക്ഷിക്കാൻ, പരമ്പരയായി കാത്തു സൂക്ഷിക്കാൻ പൈലൻ എന്ന ശിഷ്യനെയും, യജുർവേദം സംരക്ഷിക്കാനും പരമ്പരയായി കാത്തു സൂക്ഷിക്കാനും വൈശമ്പായനെയും, അതുപോലെ സാമവേദത്തിൻ്റെ സംരക്ഷകനായി ജൈമിനിയെയും, അഥർവവേദത്തിൻ്റെ സംരക്ഷണയും പരമ്പരാഗതമായ സംവാദവും സുമന്തുവിനെയും ഏൽപ്പിച്ചു. ആ ശിഷ്യ പരമ്പരയാണ് ഈ വേദം സംരക്ഷിച്ചു വരേണ്ടിയിരുന്നത്.